വർക്കലയിൽ അനധികൃതമായി കെട്ടിടം നിർമ്മിച്ച് പ്രവർത്തിച്ചു വന്ന റിസോർട്ട് നഗരസഭ പൂട്ടി സീൽ ചെയ്തു. വർക്കല സൗത്ത് ക്ലിഫിലെ റിസോർട്ടാണ് നഗരസഭ അധികൃതർ പൂട്ടിയത്. തീരദേശ പരിപാലന നിയമം ലംഘിച്ച് കെട്ടിടങ്ങൾ നിർമ്മിക്കുകയും നിരവധി പ്രാവശ്യം നിർമ്മാണ വേളകളിൽ സ്റ്റോപ്പ് മെമ്മോ നഗരസഭ നൽകിയിട്ടും അത് വകവയ്ക്കാതെ ഇവിടെ നിർമ്മാണം നടത്തുകയുമായിരുന്നു. ജനം ഇമ്പാക്ട്. അനധികൃതമായി കെട്ടിടം നിർമ്മിച്ച് പ്രവർത്തിച്ചു വന്ന റിസോർട്ടാണ് നഗരസഭ വർക്കലയിൽ പൂട്ടി സീൽ ചെയ്തത്. പരിസ്ഥിതി ലോല പ്രദേശമായ ക്ലിഫ് കുന്നുകൾക്ക് അരികിലായി അപകടകരമായി വലിയ നീന്തൽക്കുളം നിർമ്മിക്കുകയും ഈ നീന്തൽക്കുളത്തിന്റെ നിർമ്മാണ ഘട്ടത്തിൽ തന്നെ നിർമ്മാണ പ്രവൃത്തികൾ നിർത്തിവെക്കുന്നതിനും നീന്തൽക്കുളത്തിനായി എടുത്ത കുഴി മൂടുന്നതിനുമായുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കണമെന്നും നഗരസഭ നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ റിസോർട്ട് ഉടമ ഇതൊന്നും കൂട്ടാക്കാതെ നീന്തൽക്കുള നിർമ്മാണവും പൂർത്തിയാക്കുകയായിരുന്നു. ഏറെ വിവാദമായ വിഷയമായിരുന്നു നീന്തൽക്കുളത്തിന്റെ അപകടകരമായ നിർമ്മാണം. നഗരസഭാ കൗൺസിൽ കൂടി ഈ റിസോർട്ടിന്റെ പ്രവർത്തനാനുമതി തടഞ്ഞുകൊണ്ട് തീരുമാനമെടുത്തിരുന്നു. തുടർന്ന് പ്രവർത്തനാനുമതി നിഷേധിച്ച നഗരസഭയുടെ നോട്ടീസിന് പുല്ലുവില കൽപ്പിച്ച് നഗരസഭാ അധികൃതരെ നോക്കുകുത്തികളാക്കി റിസോർട്ട് പ്രവർത്തിച്ചു വരികയായിരുന്നു. തുടർന്നാണ് നഗരസഭാ അധികൃതർ വർക്കല പോലീസിന്റെ സഹായത്തോടെ കടുത്ത നടപടികളുമായി റിസോർട്ടിലെത്തിയത്. തുടർന്ന് എല്ലാ റൂമുകളും കോട്ടേജുകളും ഓഫീസ് മന്ദിരവും റെസ്റ്റോറന്റും പൂട്ടി സീൽ ചെയ്യുകയായിരുന്നു. അനധികൃത നിർമ്മാണം ജനം TV മുൻപ് വാർത്തയാക്കിയിരുന്നു. ജനം, തിരുവനന്തപുരം.